ഓണമായാലും അല്ലെങ്കിലും സാധാരണ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം അടുക്കളയിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് വെളിച്ചെണ്ണ. പക്ഷെ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് തൊട്ടാ പൊള്ളുന്ന വിലയെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കാരണം ഇന്ന് വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഉപയോഗം കുറയ്ക്കുമ്പോൾ നമ്മളൊന്ന് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മായം കലർന്ന ഒരുപാട് സാധനങ്ങളാണ് നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറയും സാധനങ്ങൾ വില കൂടുതലാണ്, അതുകൊണ്ട് സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ, അതായത് നാടൻ തേങ്ങയിൽ നിന്നും കൊപ്ര എടുത്ത് അവര് നാടൻ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒരു രീതിയിലും മായം കലരാത്ത തരത്തില് സ്വന്തമായിട്ട് അവരുടെ ഇത് സ്വന്തം സ്ഥാപനമാണ്, തുടങ്ങിയിട്ട് 8 വർഷമായെന്നാണ് പറയുന്നത്. ഓണർ സുരേഷ് എന്നാണ് പേര്. അപ്പോൾ സ്വന്തമായിട്ട് കൊപ്രയൊക്കെ അവർ തന്നെ, വേറൊരാൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കൊപ്രയൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എങ്ങനെയുള്ള കൊപ്രയാണ് കൊണ്ടുവരുന്നതെന്നൊന്നും അറിയത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള കൊപ്ര ആട്ടി നല്ല വെളിച്ചെണ്ണ, അതായത് ഒരു മായവും കലരാത്ത വെളിച്ചെണ്ണയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. വില അല്പം കൂടുതലെന്നൊന്നും അല്ല പറയേണ്ടത്. കാരണം സാധനത്തിന്റെ ഗുണമനുസരിച്ച് നോക്കുകയാണെങ്കിൽ വില വലിയ കൂടുതലല്ല. ഇപ്പൊ ഓണത്തിനോടനുബന്ധിച്ച് അദ്ദേഹം സ്വന്തമായിട്ടുള്ള രീതിയിൽ 50-100 രൂപ വില കുറച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ. അപ്പൊ നല്ല വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്ന കൽപ്പക. ഇത് ഞങ്ങൾ അറിഞ്ഞു വന്നതാണ്, ഇങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ എണ്ണ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ തരുന്ന എണ്ണ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് ഉപയോഗിക്കാം. അത്ര പ്യുവർ സാധനമാണ് നമ്മൾ തരുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ 500 രൂപയ്ക്ക് പുറത്ത് വില പോയി, 500 രൂപയ്ക്ക് മേളിൽ വില പോയി, 540, 550 രൂപ വരെ വില പോയി. അപ്പോഴും നമ്മൾ കൊടുത്ത് ആ വിലയ്ക്ക് തന്നെയാണ്. അത് കസ്റ്റമറിനെ നമ്മൾ സോപ്പിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ കസ്റ്റമറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയോ നമ്മൾ ഇവിടെ നിന്നെങ്കിലും മോശം എണ്ണ കൊണ്ടുവന്ന് 300 രൂപയ്ക്ക് തരാം, 350 തരാം നമ്മൾ പറയുന്നില്ല. അപ്പോഴും നമ്മൾ കൊടുത്ത ആ വിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഇപ്പൊ സാധാരണ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലാണ്. കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടം കുറവ് തന്നെയാണ്. നേരത്തെ മുൻകാലങ്ങളിൽ പോലത്തെ കച്ചവടം ഇപ്പം ഇല്ല. മുമ്പ് ഓണത്തിനെന്നൊക്കെ പറയുന്നത് നല്ല സെയിലായിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ മനസ്സിൽ വില വളരെ കൂടുതലാണെന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് സെയിൽ കുറവ് തന്നെയാണ്. ഇത് നാടൻ തേങ്ങയാണോ ചേട്ടാ? നാടൻ തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാടൻ കൊപ്രയാണ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ ഹോൾസെയിൽ ആയിട്ടാണോ എടുക്കുന്നത്? എങ്ങനെയാണ്? കൊപ്ര നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമ്മൾ ആട്ടി നമുക്ക് നല്ല എണ്ണ തരും. നമ്മൾ കൊപ്രയാക്കി നമ്മൾ ഇവിടെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നത്? നമ്മളല്ല, ഇവിടെ ലേബറും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. കൊപ്രയായിട്ട് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ ആട്ടും. അപ്പൊ ഇപ്പം ആക്ച്വലി വില കുറയ്ക്കേണ്ട സാഹചര്യം ഒന്നും വന്നില്ല. പക്ഷെ നമ്മൾ ഓണം ആയതുകൊണ്ട് നമ്മളൊരു 50-60 രൂപ കുറച്ച് കൊടുക്കുകയാണ്. ഇവിടത്തെ നമ്മുടെ കുറച്ച് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചേക്കില്ലേ കൊപ്ര. കാരണം ഓണത്തിന് 600 രൂപയൊക്കെ മേളിൽ പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ കൊപ്ര നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഓർഡർ ഉണ്ടോ അതിനനുസരിച്ചുള്ള? നമുക്ക് അത്യാവശ്യം വരുന്ന നല്ല ആൾക്കാർ, നല്ല ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതെങ്ങനെയാ അതിന്റെ പ്രൊസീജിയർ ഒന്ന് കാണിക്കാനും? നമ്മൾ കൊപ്ര എടുത്തു നമ്മൾ ഇവിടെ ആട്ടുന്നു. എന്നിട്ട് അത് നമ്മളെ ബാരലിൽ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്നു. ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്കും ബാരൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തെളിഞ്ഞു വരുന്നു. അത് എടുത്തു കൊടുക്കും. നമ്മൾ വേറെ കൃത്രിമമായ ഒരു മാർഗങ്ങളോ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല. ഒരു ദിവസം എത്ര വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു? 300 കിലോ വരെ നമ്മൾ ഒരു ദിവസം ആട്ടും. അങ്ങനെയാണ്. അതെങ്ങനെ ആൾക്കാർ അപ്പോഴും തന്നെ സെയിലാവും, ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകും. ഇതിന്റെ ഒരു സാധനം കളയാനില്ല, ഒന്നും കളയാനില്ല. നമ്മള് തെങ്ങ് പോലെ തന്നെ, തെങ്ങിൽ എന്തെങ്കിലും കളയാനുണ്ടോ അതേപോലെ തന്നെയാണ് ഇത്, ഒന്നും കളയാനില്ല. ഇതിന്റെ പുണ്ണാക്കും നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഹോട്ടലിലൊക്കെ ചമ്മന്തി, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ചമ്മന്തി അരക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതെ, ഇടിച്ചമ്മന്തി അല്ലേ? ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ എന്താണ്? ഇത് ഈ റോഡില് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എള്ള് വരുത്തി ഇവിടെ ആട്ടുന്നതാണ്. പ്യൂർ എള്ള്. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും എള്ളെണ്ണ നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടാനില്ല അവരുടെ. അത്രയ്ക്കും ബെസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ അടുത്തുള്ള ചാല മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എള്ളല്ല, ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വിഷവും ഒന്നും അടിക്കാത്ത നല്ല ക്വാളിറ്റി എള്ളെടുത്ത് ഇവിടെ ആട്ടുന്നതാണ്. ഇപ്പൊ ഡെയിലി കഴിക്കാൻ ഉപയോഗിക്കുക. എത്രയോ 10,000-4000 അസുഖങ്ങൾക്ക് ഉള്ള ഒരു മരുന്നാണ് എള്ളെന്ന് പറയുന്നത്. എള്ളെണ്ണ എന്ന് പറയുന്നത് അത്രയ്ക്കൊരു അസുഖത്തിനുള്ള, പല അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇത് രണ്ടുപേരും മാത്രമാണോ ചെയ്യുന്നത്? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ തന്നെ? വേറെ ജോലിക്ക് വേണ്ടിയിട്ട് സ്റ്റാഫ് ഉണ്ട്? പാക്കിംഗ് ഇതൊക്കെ ആരാണ്? സ്റ്റാഫ് ഉണ്ട്, ആട്ടുന്നതിന് വേറെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ രണ്ടുപേരും മേൽനോട്ടം പുള്ളിയുടെ പേരിലാണ് എല്ലാം ചെയ്യുന്നത്. അത് ശരി. എങ്ങനെയുണ്ട് ബിസിനസ്? നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല, ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളും ഇവിടത്തെ കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് നല്ല തിരക്കുണ്ടോ? തിരക്കുണ്ട്.
നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും പക്ഷെ കുറവാണ് ഈ എണ്ണയുടെ വില എല്ലാത്തെക്കാട്ടിയും കുറവാണ്. ഞങ്ങളും അതാണ് ചോദിക്കുന്നത്. കാരണം ഇത്തവണ ഓണം വെളിച്ചെണ്ണ ഭയങ്കര വിലയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങളും ചോദിക്കുന്നുണ്ട്. 600 വരെ എത്തുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനെക്കാട്ടി ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പൊ വരുമാനം ഉണ്ട്, വേറെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ കച്ചവടങ്ങൾ പിടിക്കുക. അതെ, ഇനി കുറച്ചും കൂടെ വേറെ ഒരു മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് പുതിയ സ്ഥാപനങ്ങൾ, പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനുള്ള ഉറപ്പായിട്ട് നിങ്ങളെപ്പോലുള്ള, അതായത് നല്ല മനസ്സ് ആൾക്കാർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് സമൂഹത്തിന് ഉത്തരവാദിത്വം കാണിക്കുന്നല്ലോ. മാത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. വലിയ വീട് വെക്കും, വലിയ കാർ വാങ്ങും, വലിയ മൊബൈൽ ഫോൺ വാങ്ങും, ആഹാരം ഏറ്റവും കുറഞ്ഞത് പോയി വാങ്ങിക്കും. ചെയ്യരുത്. നിങ്ങൾ ആഹാരം ഏറ്റവും നല്ല ആഹാരം ഉപയോഗിക്കുക. നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. നമ്മളുണ്ടെങ്കിലേ നമുക്ക് എന്താ പറയുക, കാറും ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നല്ല ആഹാരം ഉപയോഗിക്കുക. ഈ മായം കലർന്നതിന് പോകാതെ നല്ല ആഹാരം വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. മണക്കാട് മാർക്കറ്റിന് അടുത്ത് ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ ആഹാരത്തിലും നമ്മുടെ ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുന്നവർ ആരൊക്കെയാണോ അവർക്കൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കുക. നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ജീവിതം, അതായത് ആരോഗ്യമുള്ള ഒരു ജീവിതം കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. മിതമായ വിലയാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെയാണ്. നല്ല അത് പുള്ളിയെ ഞാൻ പേഴ്സണലി പറയുന്നതല്ല, നല്ല ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് നിർത്തുന്നത്. അതായത് പുള്ളി ഗവൺമെന്റ് ജോലി രാജിവെച്ചാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് വാങ്ങാവുന്ന ഒരു സ്ഥലമാണ് മണക്കാട് മാർക്കറ്റിന് സമീപം കൽപ്പക വെളിച്ചെണ്ണ.